കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രകൃതിയാൽ അനുഗ്രഹിക്കപ്പെട്ട എങ്ങോട്ട് നോക്കിയാലും വെള്ളമാണല്ലോ. പുഴയായാലും കായലായാലും കടലായാലും തോടായാലും ബീച്ചായാലും ഒന്നും പറയണ്ട, എങ്ങോട്ട് തിരിഞ്ഞാലും കേരളത്തിന് ചുറ്റും വെള്ളം തന്നെ. നമുക്ക് പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് ജീവിക്കുവാൻ പറ്റിയ ഗോഡ്സ് ഓൺ കൺട്രി തന്നെ. പക്ഷേ നമ്മൾ എത്ര അതിനെ പ്രയോജനപ്പെടുത്തുന്നു എന്ന് മാത്രം ചിന്തിക്കേണ്ടതായിരിക്കുന്നു. ഇന്ന് ലോകം വളരെയധികം മുന്നോട്ട് പോയി. വാട്ടർ സ്പോർട്സിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. അത് വെറും ഉല്ലാസം മാത്രമല്ലല്ലോ, ഒരു വലിയ വരുമാന മാർഗം കൂടിയാണ്. ഏറ്റവും സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യുവാൻ പറ്റുന്ന ഒന്നാണല്ലോ കയാക്കിംഗ്. അതിന് പറ്റിയ തോടുകളും ഇഷ്ടം പോലെ നമുക്കുണ്ടല്ലോ. കയാക്കിങ്ങിന് സ്വയം നമ്മൾ തുഴയുന്നത് കൊണ്ട് അതിന് പ്രത്യേകിച്ച് മോട്ടറോ ഒന്നും തന്നെ ആവശ്യമില്ല. അതിൽ നമുക്ക് ഒരാൾക്കോ രണ്ടാൾക്കോ ഇരുന്ന് സുഗമമായി തുഴഞ്ഞ് ഉല്ലസിക്കാം. പ്രായഭേദമന്യേ ഏവർക്കും ആനന്ദിക്കുവാനും ഉല്ലസിക്കുവാനുമുള്ള നല്ല ഉപാധിയാണല്ലോ വാട്ടർ സ്പോർട്സ്. മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ച് വാട്ടർ സ്പോർട്സ് ടൂറിസത്തിന് നമ്മൾ വളരെ പുറകിലാണ്. നമ്മുടെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിച്ചാൽ അതിമനോഹരമായ വാട്ടർ ടൂറിസത്തിന് ഇന്റർനാഷണൽ ലെവലിൽ ഇതിന് അതിയായ സാധ്യത നമ്മുടെ ഈ കൊച്ചു കേരളത്തിന് ഉണ്ട്. നമ്മുടെ പുഴയിലും കായലിലും തോടുകളിലും പലതരം വാട്ടർ സ്പോർട്സുകൾക്ക് നമുക്ക് നടത്താവുന്നതാണ്. വാട്ടർ സ്കീയിങ്, അതുപോലെ തന്നെ ഫ്ലൈ ബോർഡ്, ഹൈഡ്രോ ഫ്ലൈയിങ്, വാട്ടർ സ്കൂട്ടർ എന്നിവ സുഖമായി നടത്താൻ സാധിക്കുന്നതാണ്. നമ്മുടെ പൂർവികരുടെ ഉന്നത ചിന്തയിൽ നിന്നാണ് ഈ വള്ളങ്ങളും ഒക്കെ സൃഷ്ടിക്കപ്പെട്ടത്. പക്ഷേ നമ്മൾ ഈ കാലത്തും അതേ ചിന്തയിൽ നിന്നും മാറ്റം വരാതെ കാത്തു സൂക്ഷിക്കുന്നവരാണ്. പുരോഗമന ചിന്തയും മാറ്റത്തെയും സ്വീകരിക്കുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള ആളുകളാണല്ലോ നമ്മൾ. റാഫ്റ്റിംഗ്, വാട്ടർ സ്പോർട്സ് നടത്തുവാൻ പറ്റുന്ന പല സ്ഥലങ്ങളും പ്രകൃതി നമുക്ക് കനിഞ്ഞ് അനുഗ്രഹിച്ച് തന്നിട്ടുണ്ട്. നമ്മുടെ യുവതി യുവാക്കൾക്ക് ആത്മധൈര്യവും അഡ്വഞ്ചറസ് ആയി ജീവിക്കുവാനുള്ള നല്ല ഒരു വാട്ടർ സ്പോർട്സ് ആണ് റാഫ്റ്റിംഗ്. അതുപോലെ തന്നെ അഡ്വഞ്ചറസ് ബോട്ടിങ്ങും നമുക്ക് സുഗമമായി നടത്താവുന്നതാണ്. വിൻഡ് സർഫിംഗ്, സ്ക്യൂബ ഡൈവിംഗ്, പാരാസെയിലിംഗ് ഒക്കെ മാനസികമായും ശാരീരികമായും ആരോഗ്യപരമായ ഒരു യുവതലമുറയെ നമുക്ക് വാർത്തെടുക്കുവാൻ സാധിക്കും. വളരെ അധികം സിമ്പിളായി പ്രോത്സാഹിപ്പിക്കാവുന്ന ഒരു കാര്യമാണ് ഫിഷിംഗ്. നമ്മളുടെ കുട്ടികളെ പ്രകൃതിയിലേക്ക് അട്രാക്ട് ചെയ്യുവാൻ ആയിട്ട് ഉള്ള ഒരു ബേസിക് മെത്തേഡാണ്. വെറുതെ കിടക്കുന്ന കൃഷിയിടങ്ങൾ വൃത്തിയാക്കി സ്വിമ്മിംഗ് പൂളായിട്ടും ബോട്ടിങ്ങിനും മറ്റും വാട്ടർ സ്പോർട്സുകൾക്കും നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. കാടും മലയും വെള്ളവും ഒക്കെ ആയിട്ടുള്ള നമ്മളുടെ സുന്ദരമായ കേരളത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ടൂറിസം സ്പോട്ടായി മാറ്റുവാൻ നമുക്ക് വേറെ എന്താണ് വേണ്ടത്?